ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊരു കോംബോ ഫ്രെയിമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് 10 ഫ്രെയിമുണ്ട് ടോട്ടൽ. അതിനകത്ത് 5 മിനി ഫ്രെയിമും 5 A4 ഫ്രെയിമുമാണ്. സോ ഈ 5 A4 ഫ്രെയിമിനകത്ത് 2 വെഡ്ഡിങ് ഫോട്ടോസും 2 സേവ് ദി ഡേറ്റ്സിൻ്റെ ഫോട്ടോസും പിന്നെ ഒരു ബേബി ഫ്രെയിമാണ് വരുന്നത്. അതുപോലെ മിനി ഫ്രെയിം ആണെങ്കിൽ 2 നമ്മൾക്ക് ഓർഡർ തന്ന ചേട്ടൻ്റെ ഫോട്ടോയും പിന്നെ 2 ആളുടെ വൈഫിൻ്റെ ഫോട്ടോയും പിന്നെ ഒരെണ്ണം അവളുടെ സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോയും ആണ്. ഇതിൻ്റെ എഡിറ്റിംഗ് ഫുള്ള് നമ്മൾ ക്യാൻവ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ആൻഡ് A3 പേപ്പറിൽ ഗ്ലോസി പ്രിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. അത് പോളറോയിഡ്സിനാണെങ്കിലും എല്ലാത്തിനും സെയിം തന്നെയാണ് കേട്ടോ. ആൻഡ് അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആൻഡ് ഞാൻ ഈ ഫ്രെയിം വാങ്ങുന്ന ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഫ്രെയിമിൻ്റെ റേറ്റും നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന റേറ്റും എല്ലാം കൂടി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പിന്നെ ഈ കട്ടറിൻ്റെ കുഴപ്പമാണോ അതോ എനിക്ക് കട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ എന്നറിയാൻ പാടില്ല. ഞാൻ ഈ കട്ടർ യൂസ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. അതുകൊണ്ടാണ് കേട്ടോടാ ഞാൻ ഈ 2 കട്ടർ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വലിയ കട്ടർ A3 കട്ടർ അത് വാങ്ങിച്ചിട്ട് ഒരു 1 മന്ത് ആവുന്നേ ഉള്ളൂ. ബിക്കോസ് നമ്മളൊരു 1 ഇയർ ആയതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ വാങ്ങുന്നത്. ആൻഡ് ഇപ്പോൾ കുറേ ന്യൂ ക്രാഫ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാനൊക്കെ കുറേ പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നമ്മുടെ പേജ് 1 ഇയർ ആയപ്പോൾ നമ്മൾ ഫ്രെയിംസിൻ്റെ റേറ്റും നമ്മളുടെ എല്ലാ പ്രോഡക്ട്സിൻ്റെ റേറ്റും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കുറച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ പുതിയതായിട്ട് ക്രാഫ്റ്റ് തുടങ്ങുന്നവർക്ക് എസ്പെഷ്യലി ഈ എറണാകുളം സൈഡിൽ നിന്നൊക്കെ ഫ്രെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എനിക്കറിയാം നമ്മുടെ ഇവിടെ ഫ്രെയിംസിനും അല്ലെങ്കിൽ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റിനാണ് വരുന്നത്. സോ നമ്മൾ ഷോപ്പിൽ പോയി ഫ്രെയിം വാങ്ങുമ്പോൾ ഒരു മിനി ഫ്രെയിമിനാണെങ്കിൽ കൂടെ ഒരു 70-80 റുപ്പീസൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒരുപാട് വില കുറച്ച് അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ ക്രാഫ്റ്റേഴ്സൊക്കെ വിൽക്കുന്ന റേറ്റിന് വിൽക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് ആണ് എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ബാക്കിയുള്ളവർ റേറ്റ് കുറച്ച് വിൽക്കുന്നു അപ്പോൾ നമ്മൾ ആ റേറ്റിന് വിൽക്കണ്ടേ എന്നൊന്നും ആലോചിച്ച് ടെൻഷനാവൊന്നും വേണ്ട. ബിക്കോസ് ഇതൊക്കെ ഞാനും ടെൻഷനായി. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞ പിന്നെയാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഓക്കെ റേറ്റ് കുറച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഒരു 1 ഇയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ഏണിങ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് പയ്യെ ഡിഫറൻസസൊക്കെ വരുത്തി എല്ലാം ഒന്ന് ഓക്കെ ആയാൽ മതി. സോ നമ്മുടെ കൂടെ ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യട്ടെ. പിന്നെ ഒരു ഡൗട്ട് വരുന്നത് പാക്കിങ്ങിലാണ്. ആൻഡ് ഞാനിപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഫ്രെയിംസൊക്കെ അയക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ വിത്തിൻ സ്റ്റേറ്റ്സ് ആണെങ്കിൽ ഒത്തിരി സീൻ വരുന്നില്ല. പക്ഷേ ഔട്ട്സൈഡ് സ്റ്റേറ്റൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിംസിന് ഡാമേജ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കംപ്ലയിൻറ്റ്സ് വരും. ഞാൻ ഈ ഒരു ഇതിനകത്ത് ബിസിനസ്സിൽ ഒരു 2 or 3 പ്രാവശ്യം എൻ്റെ ഫ്രെയിം പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. സോ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പം ഞാനിപ്പോൾ ചെയ്തത് ഒന്നെങ്കിൽ റീഫണ്ട് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ ആ ഫ്രെയിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെ പോസ്റ്റ് ഓഫീസ് വഴി മാത്രമാണ് അയച്ചിട്ടുള്ളൂ. DTDC ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കമ്പയറിങ് ചെയ്യുമ്പോൾ പോസ്റ്റ് ഓഫീസിനാണ് റേറ്റ് കുറവ്. നമുക്ക് കിലോ വെച്ചാണ് ഡിഫറൻസസ് വരുന്നത്. ബട്ട് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് പാക്കിങ്ങിന് ഞാൻ എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിനും അത്യാവശ്യം ഒരു എമൗണ്ട് ആവുന്നുണ്ട്. സോ ഇതിനകത്തുനിന്ന് പ്രോഫിറ്റ് നമ്മൾ അങ്ങനെ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യൊന്നും വേണ്ട. എന്നാലും ചിലവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ചിലർക്കൊരു ഓക്കെ ആയിട്ട് പോകുന്നവരുണ്ട്, ചിലർക്ക് പ്രോഫിറ്റ് കിട്ടാതിരിക്കുന്നുണ്ട്. എനിക്ക് ലോസസ് വന്നിട്ടൊക്കെ ഉണ്ട്. സോ അതൊന്നും കുഴപ്പമില്ല, എല്ലാം മാനേജ് ചെയ്ത് പയ്യാണെങ്കിൽ എല്ലാം സെറ്റായി പോയിക്കോളും. ഇങ്ങനെയാണല്ലോ എല്ലാം വരുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.